question. Write the first three terms of each of the arithmetic sequences described below. ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് 300. അത് ആദ്യം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടേം 30, സം ഓഫ് 3 ടേംസ് ആണ് പറയുന്നത്. അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ. അപ്പൊ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എന്താ, നമുക്ക് മിഡിൽ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ടേമിന്റെ ത്രൈസ് ആയിരിക്കും. അത് നമുക്കറിയാം. അപ്പൊ അതെങ്ങനെ എഴുതാം? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു 300. In any arithmetic sequence, sum of 3 consecutive terms is the 3 times the middle term. അതായത് മിഡിൽ ടേം x ആണെങ്കിൽ 3x എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്തായി? 300 ഡിവൈഡഡ് ബൈ 3 is equal to 100. അതായത് മിഡിൽ ടേം 100 ആണ്. ഫസ്റ്റ് ടേം 30 ആണെന്ന് അറിയാം. ഫസ്റ്റ് ടേം 30, മിഡിൽ ടേം 3 ടേംസ് ആണുള്ളത് അല്ലെ. മിഡിൽ ടേം ആണ് 100 ആണ്. സെക്കൻഡ് ടേം നമുക്ക് മിഡിൽ ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം ആണ് 100 കിട്ടി. ഫസ്റ്റ് ടേം 30 ആണെന്ന് അറിയാം. അപ്പൊ കോമൺ ഡിഫറൻസ് എന്തായി? ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 100 മൈനസ് 30 ഈക്വൽ ടു 70. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം 30, നെക്സ്റ്റ് ടേം 100, അതിന്റെ അടുത്ത ടേം എത്രയായി? 70 കൂട്ടുക 170 എക്സെട്ര. അപ്പൊ ഇതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തായി? 30, 100, 170. Arithmetic sequence is 30, 100, 170, etc. Okay. അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഈക്വൽ ടു 30, സം ഓഫ് 4 ടേംസ് ഈസ് 300. ഇവിടെ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മിഡിൽ ടേം ഇത് ചെയ്തപോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെയർസ് എടുക്കും അല്ലെ. ഇവിടെ എങ്ങനെ പൊസിഷൻ 1, 2, 3, 4 ടേംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂസ് എങ്ങനെ വരിക? എ ഫസ്റ്റ് ടേം, പിന്നെ എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d, ഇങ്ങനെയായിരിക്കും വാല്യൂസ് പോകുന്നത്. ഇതിൽ എയുടെ വാല്യൂ നമുക്കറിയാം 30, അതായത് ഫസ്റ്റ് ടേം 30 ആണെന്നും അറിയാം. ഇനി നമ്മൾ പെയർസ് എടുക്കും. അതായത് 1 and 4ഉം 2 and 3ഉം. 1 plus 4 എന്ന് പറയുന്നത് 5 ആണ്, 2 plus 3 എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെ രണ്ട് പെയർസേ ആകെ ഉള്ളൂ അല്ലെ. മൊത്തം സം എന്ന് പറഞ്ഞാൽ എത്രയാ? 300. മുഴുവൻ വാല്യൂസിന്റെ സം 300 ആണ്. ഈ ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത് എന്താ? സം ഓഫ് 1 പെയർ അല്ലെങ്കിൽ ഈച്ച് പെയർ ഇസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 2 അല്ലെ. 2 പെയർസ് ആണ്, അതുകൊണ്ടാണ് 2/2 ചെയ്തത്. എത്രയാണ്? 150. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പെയറിന്റെ സം എന്ന് പറയുന്നത് 150 ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് വാല്യൂ ആയിട്ട് ആ പെയർ വെച്ച് കൺസിഡർ ചെയ്യും. അതായത് ഫസ്റ്റ് പെയറും ഫോർത്ത് പെയറും a plus 3d is equal to 150. ഓക്കെ, ഈ പെയറിന്റെ സം എന്ന് പറയുന്നത് 150 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 2a എന്ന് പറഞ്ഞാൽ 2 into 30. 2 into 30 എന്ന് പറയുമ്പോൾ 30 plus 30 60. 60 plus 3d is equal to 150. അതായത് 3d is equal to 150 minus 60. എത്രയാ? 90. Therefore d is equal to 90 by 3 equals 30. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയ? 30 കിട്ടി. അപ്പൊ ഈ വാല്യൂസ് ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാലോ. ഏതുമാണ്? 30 ആണ്. കോമൺ ഡിഫറൻസ് 30 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 30 plus 30 60. ഇവിടെ എത്ര വരും? 90. ഇവിടെ എത്ര വരും? 120. അപ്പൊ വാല്യൂസ് ഈ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ പോണേ? 30, 60, 90, 120. ഇതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 30, 60, 90, 120, etc. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300. ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. 5 എന്ന് പറഞ്ഞ ഒരു ഓഡ് നമ്പർ ആണ്, അത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പൊ അതെങ്ങനെയാ കാണണ്ടേ? നമ്മൾ എന്താ പഠിച്ചത്? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് 3 ടൈംസ് മിഡിൽ ടേം എന്ന് പഠിച്ചു. അപ്പൊ 5 കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിലോ 5 ടൈംസ് ഇൻറ്റു മിഡിൽ ടേം, അങ്ങനെ ചെയ്താൽ മതി അല്ലെ. അതായത് 5x ഈക്വൽസ് 300 ആയിരിക്കും. അപ്പൊ x എന്ന് പറഞ്ഞാൽ എത്രയാ? 300 ഡിവൈഡഡ് ബൈ 5, അതായത് 60. എക്സിന്റെ വാല്യൂ, മിഡിൽ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് ടേം 30 ആണെന്ന് അറിയാം. 1, 2, 3, 4, 5. ഫസ്റ്റ് ടേം 30, പിന്നെ മിഡിൽ ടേം എത്ര കിട്ടിയ? 60. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഈ സീരീസ് കാണാൻ അറിയാലോ. എങ്ങനെയാ കാണണ്ടേ? നമ്മൾ ആദ്യം പൊസിഷൻ ഡിഫറൻസ് കാണും. പൊസിഷൻ ഡിഫറൻസ് ഈക്വൽസ് 3 - 1 = 2.
ഓക്കെ, ഇനി ടേം ഡിഫറൻസ് എത്രയാ? ടേം ഡിഫറൻസ് ഈക്വൽസ് 60 മൈനസ് 30 ഈക്വൽ ടു 30. അപ്പൊ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കാണുക എങ്ങനെയാ? കോമൺ ഡിഫറൻസ് ഈക്വൽസ് 30 ബൈ 2 ഈക്വൽസ് 15. അപ്പൊ കോമൺ ഡിഫറൻസ് 15 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇനി സീരീസ് എഴുതാലോ. 15 കൂട്ടി കൂട്ടി എഴുതിപ്പോയാൽ മതി. 30 പ്ലസ് 15 45, 60 പ്ലസ് 15 75, 75 പ്ലസ് 15 90. ഓക്കെ, അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ പോണേ? 30 45 60 75 90. ഓക്കെ, അപ്പോ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30 45 60 75 90 etc. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഇസ് 300. ഇവിടെ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചെയ്ത പോലെ പറ്റില്ല, ഇതുപോലെ ചെയ്യണം. അതായത് പെയേഴ്സ് എടുക്കണം. എങ്ങനെ ചെയ്യും? 1 2 3 4 5 6 നമ്പേഴ്സ് ആണ് പറഞ്ഞത്. 6 ടേംസ്. അപ്പൊ 6 ആണ് എഴുതി. ഫസ്റ്റ് ടേം 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പെയേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 1 and 6, 1 plus 6 7. ഇനി 2 and 5 അതും 7 ആണ്. 3 and 4 7 ആണ്. ഇത് എത്ര പെയേഴ്സ് ഉണ്ട്? 3 പെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ സം ഓഫ് ഈച്ച് പെയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മൊത്തം സം എന്ന് പറയുന്നത് 6 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 300 ആണ്. അപ്പൊ സം ഓഫ് ഈച്ച് പെയർ is equal to 300 divided by 3 which is equal to 100. ഈ ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത് 100 ആണ്. അതായത് a plus 5d എന്ന് പറയുന്നത് 100 ആണ്. a plus first term plus last term, a plus 5d is equal to 100. a എന്ന് പറഞ്ഞാൽ എത്രയാ? 30. 30 plus 30 60. So 5d is equal to 100 minus 60 which is equal to 40. Therefore d is equal to 40 by 5 equals 8. d എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. അപ്പൊ ഇനി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാലോ. ഫസ്റ്റ് ടേം 30 ആണ് നമുക്കറിയാം. അപ്പൊ അതിലോട്ട് d കൂട്ടി കൂട്ടി പോയാൽ പോരെ? 8 കൂട്ടി പോവാ. അപ്പൊ നമുക്ക് വാല്യൂസ് കിട്ടും. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തായി? 30 38 പ്ലസ് 8 ചെയ്യുമ്പോൾ 46, ഇനി പ്ലസ് 8 ചെയ്യുമ്പോൾ 54, പ്ലസ് 8 ചെയ്യുമ്പോൾ 62 etc. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? സം ഓഫ് നമ്പർ ഓഫ് ടേംസ് അല്ലെ? ഈ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണോ ഓഡ് ആണോ നോക്കിയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ തന്നിരിക്കുന്ന എത്ര നമ്പേഴ്സ് ആണോ അതേ അത്ര ടൈംസ് ഇൻറ്റു മിഡിൽ ടേം എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇപ്പൊ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ 3 ടൈംസ് ദ മിഡിൽ ടേം ആയിരിക്കും. 5 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സം ആണെങ്കിൽ 5 ടൈംസ് ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും. 7 ആണെങ്കിലോ 7 ടൈംസ് ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും. അതേസമയം ഈവൻ നമ്പർ ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? എത്ര പെയേഴ്സ് ഉണ്ടെന്ന് നോക്കും. 4 ടേംസ് ആണെങ്കിൽ 2 പെയേഴ്സ് ആയിരിക്കും വരിക. അതേസമയം 6 ടേംസ് ആണെങ്കിലോ 3 പെയേഴ്സ് വരും. 8 ടേംസ് ആണെങ്കിലോ 4 പെയേഴ്സ് വരും. അങ്ങനെ പെയേഴ്സ് നോക്കി തന്നിരിക്കുന്ന സമ്മിനെ ആ പെയേഴ്സ് എത്ര പെയേഴ്സ് ആണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഒരു സം കിട്ടും, ഒരു പെയറിന്റെ സം കിട്ടും. അപ്പൊ തന്നിരിക്കുന്ന ഏത് ടേമിന്റെ വാല്യൂ ആണ് ആ ടേം വെച്ച് നമ്മൾ ആ സം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് സീക്വൻസ് ചെയ്തു. ഓക്കെ, now move on to the 6th question. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. What is the third term of the sequence? What is the 8th term? What are the first 3 terms of the sequence? തന്നിട്ടുള്ള 2 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താ? തേർഡ് ടേം കണ്ടുപിടിക്കണം, പിന്നെ 8th ടേം കണ്ടുപിടിക്കണം, പിന്നെ ഫസ്റ്റ് 3 ടേംസും കണ്ടുപിടിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ആദ്യത്തെ കാര്യം തേർഡ് ടേം നമുക്ക് ഈ ഫസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ ഇത് പറഞ്ഞിങ്ങനെ? ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 150 ആണ്. 5 എന്ന് പറയുന്നത് നമുക്ക് അതറിയാം ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ ഒരു ഓഡ് നമ്പറിന്റെ സം എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് അറിയാവുന്നത്? സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 times 6 മിഡിൽ ടേം. അതല്ലെങ്കിൽ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ്
3 times its middle term. ഈ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ 3 നമ്പേഴ്സ് ആണ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 3 നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് 3 നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മിഡിൽ ടേം ഇൻറ്റു 3 ആയിരിക്കും. ഇത് പൊസിഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ മിഡിൽ ടേം എത്രയാണ് വരുന്നത്? അത് ഇൻറ്റു 3 ആയിരിക്കും. അതുപോലെ തന്നെ 5 ടേംസ് ആണ് തന്നിരിക്കണമെങ്കിലോ അതിന്റെ മിഡിൽ ടേം എത്രയാണോ അതേ ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് സം കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ എക്സ് ആണ് ഈ മിഡിൽ ടേം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 5x എന്ന് പറഞ്ഞാൽ എത്രയാ? 150. therefore മിഡിൽ ടേം അല്ലെങ്കിൽ തേർഡ് ടേം എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 150 divided by 5 which is equal to 30. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രയായി? 30 ആയി. മിഡിൽ ടേം ഇവിടെ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ ടേം ആണ് അല്ലെ. 5 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 150 എന്ന് പറഞ്ഞത്. അതായത് മിഡിൽ ടേം എന്ന് പറഞ്ഞപ്പോ എത്രയായി? 30. ഓക്കെ. ഇനി അടുത്തത് കാണാൻ പറഞ്ഞിരിക്കുന്നത് 8th ടേം ആണ്. അത് നമുക്ക് ഇതിൽ നിന്ന് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ തന്നിരിക്കുന്ന സം ഓഫ് 10 ടേംസ് ഈസ് ഈക്വൽ ടു 550 എന്നാ. 10 ടേംസ് എന്ന് പറയുമ്പോൾ അതൊരു ഈവൻ നമ്പർ ആണ്. 10 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഈ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് കൃത്യമായ ഒരു മിഡിൽ ടേം നമുക്ക് അതിനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഫസ്റ്റ് ലാസ്റ്റ് ടേം വെച്ച് പെയർ ചെയ്ത് എഴുതും. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേം ആൻഡ് 10th ടേം. ലാസ്റ്റ് ടേം 10th ടേം അല്ലേ. അപ്പൊ ഫസ്റ്റും ലാസ്റ്റും. ഇനി അടുത്ത പേര് ഏതാ? സെക്കൻഡ് ടേം ആൻഡ് 9th ടേം. 10 plus 1 11. 9 plus 2 11. ഇനി അടുത്തത് തേർഡ് ടേം ആൻഡ് 8th ടേം. അടുത്തതോ ഫോർത്ത് ടേം ആൻഡ് 7th ടേം. അടുത്തത് 5th ടേം ആൻഡ് 6th ടേം. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ നമുക്ക് 11 തന്നെ കിട്ടും അല്ലെ. 5 plus 6 11 ആണ്. 7 plus 4 11 ആണ്. 8 plus 3 11 ആണ്. 9 plus 2 11 ആണ്. 1 plus 10 11 ആണ്. അപ്പൊ ഇത് എത്ര പേയേഴ്സ് ഉണ്ട്? 1 2 3 4 5 പേയേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാതെ ഓരോ പെയറിന്റെയും സം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. എങ്ങനെ സെയിം ആയിരിക്കും? 550 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പൊ സം ഓഫ് ഈച്ച് പെയർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഈച്ച് പെയർ is equal to 550 divided by 5 which is equal to 110. Okay, 550 divided by sum of each pair is 550 divided by 110. 5 110 കിട്ടി. അപ്പോൾ ഇതിൽ ഏത് പെയർ എടുത്താലും നമുക്ക് അതിന്റെ സം എന്ന് പറഞ്ഞാൽ 110 ആണെന്ന് അറിയാം. നമുക്ക് ഏതിന്റെ പെയറിന്റെ അറിയാവുന്ന തേർഡ് ടേം വരുന്ന ഏതിലാ? ഇതില് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8th ടേം ആണ്. അപ്പൊ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തേർഡ് ടേം പ്ലസ് 8th term is equal to എത്രയാ? 110. ഓക്കെ. തേർഡ് ടേം എത്രയാ നമുക്ക് കിട്ടിയ? 30. അപ്പൊ 8th term എന്ന് പറഞ്ഞാൽ എത്രയായി? 8th term. therefore 8th term equal to 110 minus 30 which is equal to 80. ഓക്കെ. അപ്പൊ നമുക്ക് 8th term എന്നുള്ളതിന്റെ ആൻസർ എന്താ കിട്ടിയേ? 80. ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടത് എന്താ? ഫസ്റ്റ് 3 ടേംസ്. ഇപ്പൊ നമുക്ക് ഈ സീക്വൻസിലെ തേർഡ് ടേമും 8th ടേമും കിട്ടി. അപ്പൊ ആ സീക്വൻസിലെ ബാക്കി ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസ് വെച്ച് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ പൊസിഷൻ ഡിഫറൻസ് കാണുക. പൊസിഷൻ ഡിഫറൻസ് എന്താ? 8 minus 3 is equal to 5. ഇനി ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 80 minus 30 which is equal to 50. അപ്പൊ therefore കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്ര ടൈംസ് ആയിരിക്കും? 5 ടൈംസ് ആയിരിക്കും അല്ലെ. അപ്പൊ 50 by 5 is equal to 10. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് ചെയ്താലോ? therefore the sequence is ഇവിടെ 30 ന്ന് 10 കുറയ്ക്കുമ്പോ 20 കിട്ടും. 20 ന്ന് 10 കുറയ്ക്കുമ്പോ 10 വരും. അപ്പൊ 10 20 30 40 ഇങ്ങനെ സീക്വൻസ് പോകും. ഓക്കെ. So we are winding up today's class. Hope you all understood. See you soon in the next video. Till then, bye.